ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തായിരുന്നു ഇവിടെ ന്യൂസ് ചാനൽ മൊത്തം 24/7 രാവിലെ മുതൽ രാത്രി വരെയും പീഡന പരാതികളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും മാത്രമായിരുന്നു. ന്യൂസ് ചാനൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഓരോന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. എത്ര പേർക്കെതിരെയാണ് വന്നുകൊണ്ടിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ നടികൾ വരെ ഉണ്ടായിരുന്നു. ഞാൻ ആ നടികളെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത്. അവരെല്ലാവരും വന്നിട്ട് ജെന്യൂനായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു, ജെന്യൂൻ അല്ലാത്ത പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഏതാണ് ജെന്യൂൻ ആയിട്ടുള്ള, ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് പരാതികൾ വന്നു. ചാനൽ മൊത്തം ഇതായിരുന്നു ചർച്ച. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പം ചാനലുകാരും മടുത്തു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും മടുത്തു. എന്തുവാണെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ PV അൻവർ സാർ MLA സാർ ഒരു ബോംബുമായിട്ട് വരുന്നത്. കേരളത്തിലെ ADGPക്കും SP-ക്കും ഇപ്പം പത്തനംതിട്ട SP ആയിട്ടുള്ള പുള്ളി സസ്പെൻഡ് ചെയ്തു അല്ലേ, പുള്ളിക്കൊക്കെ എതിരെയായിട്ട് വലിയ അലിഗേഷനൊക്കെ ആയിട്ട് ഫോൺ റെക്കോർഡിംഗ് ഒക്കെ ആയിട്ട് വരികയും ചാനലുകാരെല്ലാവരും ഈ ഹേമ കമ്മിറ്റിയും അതും ഇതൊക്കെ വിട്ടേച്ച് മൈക്കും ഗിടാപ്പൊക്കെ എടുത്തുകൊണ്ട് ഈ അൻവർ സാറിന്റെ പുറകെ പോവുകയും കുറച്ച് ദിവസം 1-2 ദിവസം അത് അങ്ങനെയായി. അപ്പോൾ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ സൈഡായി. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവർക്ക് എന്താണോ ചൂടായിട്ട് കൊടുക്കാൻ പറ്റുന്ന വാർത്ത, കുറച്ച് റേറ്റിംഗ് കിട്ടുന്ന വാർത്ത അവരത് കൊടുക്കും, അതിനുശേഷം അത് വിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ സിനിമാ മേഖല ഒന്ന് സ്തംഭനത്തിൽ നിന്ന് മാറി എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം വീണ്ടും ഒരു ബോംബ് പൊട്ടുന്നത്. നടൻ നിവിൻ പോളിക്കെതിരെയാണ് പുതിയ പീഡന പരാതി വെളിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടോ. നിവിൻ പോളി ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു വന്ന യുവതിയുടെ പരാതിയിലാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുബൈയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ യുവതി ദുബൈയിലേക്ക് എത്തി. ആ ദുബൈയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് നിവിൻ പോളി അടക്കമുള്ള ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ പരാതി തുടക്കത്തിൽ എറണാകുളം റൂറൽ SP-ക്കാണ് ലഭിച്ചിരുന്നത്. റൂറൽ SP ഇത് ഊന്നുകൽ പോലീസിന് കൈമാറുകയും തുടർന്ന് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ മൊത്തം 6 പ്രതികളാണുള്ളത്. ഈ FIR പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് 6 പ്രതികളാണുള്ളത്. ഇതിൽ 6ാമത്തെ പ്രതിയാക്കിയാണ് നിവിൻ പോളി 6ാമത്തെ പ്രതിയാക്കിയിരിക്കുകയാണ്. മറ്റേ ഒരു നിർമ്മാതാവ് അടക്കമുള്ള ആളുകളും പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 376, അതായത് ബലാത്സംഗ കുറ്റമാണ് നിവിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് 354 അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിർമ്മാതാവായിട്ടുള്ള AK സുനിൽ അടക്കമുള്ള ആളുകളുടെ പേരുകളാണ് FIR-ൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഈ പരാതി നമുക്ക് ലഭിച്ചിരുന്നു. ആ പരാതി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷം നവംബർ ആദ്യ ആഴ്ചയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. യുവതി ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള താല്പര്യം ഉന്നയിച്ചപ്പോൾ തന്നെ ദുബൈയിലേക്ക് വന്നാൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറയുന്നു. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബൈയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് പീഡിപ്പിക്കുകയും ചെയ്തത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം റൂറൽ SP-ക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചിരുന്നത്. പിന്നീട് പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 മാസം മുമ്പ് ഈ പരാതി ലഭിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അങ്ങനെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മൊത്തം 6 പ്രതികളാണുള്ളത്. അതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ. എന്തായാലും താങ്കളിവിടെ നിവിൻ പോളി ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. ഇന്റർവെൽ ബാബു മുതൽ അങ്ങ് സിദ്ദിഖ്, ബാബുരാജ്, നമ്മുടെ മുകേഷ് ഏട്ടൻ, ജയസൂര്യ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്കളിവിടെ ഒറ്റയ്ക്കല്ല. എന്തായാലും ഇവർക്കൊക്കെ പേരിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളാണ് തെളിഞ്ഞു വരണം, തെളിവുകൾ എടുത്തു വരണം. ഇപ്പം ഇവിടെ പറയുന്നുണ്ട്, ഈ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട്, ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്ന്. അത് വലിയ ചെയ്യാനൊന്നുമല്ല. ഈ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തവരെല്ലാവരും ഇവിടെ വെളിയിലുണ്ട്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, അത്രയൊക്കെ തന്നെയല്ല. പക്ഷെ നമുക്ക് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയോ അല്ലെ എനിക്കെതിരെയോ ഒരു ജാമ്യമില്ലാത്ത കേസ് പ്രകാരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ അകത്തായിരിക്കും. അതാണ് പ്രിവിലേജ്. ഇവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഒരു വലിയ സിനിമാ നടന്മാരും വലിയ പിടിപാടുള്ളവരും നമ്മൾ സാധാരണക്കാരും, അതൊക്കെ തന്നെ. അത്രയും ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് ഇവരെ പിടിച്ച് അകത്തിടണമെന്നോ അല്ലെങ്കിൽ ഇവരാണ് കുറ്റം ചെയ്തതെന്നോ അല്ല, അതൊക്കെ തെളിയും. പക്ഷേ ജാമ്യമില്ലാത്ത വകുപ്പ് എന്നൊക്കെ പറയുന്നത് ഇത് മാത്രം ഇതാണെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കേസ് വന്നിരിക്കുന്നത്.
പിന്നെ എന്തുവാ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും, എന്ത് വരുമെന്നൊന്നും നമുക്കറിയില്ല. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ നിൽക്കും. ഇപ്പം ഓണം റിലീസായിട്ട് ഒരുപാട് പടങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആർക്കും എല്ലാവർക്കും പേടിയാന്ന് തോന്നുന്നു. ആളുകളൊന്നും ഇത് കണ്ട് കയറാൻ പോകുന്നില്ല, ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് കയറാൻ പോകുന്നില്ല എന്ന് വെച്ചിട്ട് എല്ലാവർക്കും പേടിയാണെന്നൊക്കെ തോന്നുന്നു. പിന്നെ ഈ അലിഗേഷൻസ് ഒക്കെ വരുന്നത് ഇവരുടെ ഈ അലിഗേഷൻസ് നടത്തുന്ന ഈ ഇതുപോലുള്ള ആരോപണങ്ങൾ നടത്തുന്നവർക്കൊരു പ്രശസ്തിക്ക് വേണ്ടിയാണോ എന്ന് കൂടി സംശയിക്കേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ മുകേഷിനെതിരെയായിട്ടുള്ള ഒരു ആരോപണമായിട്ട് വന്ന ആ സ്ത്രീയാണെന്ന് തോന്നുന്നു. എൻ്റെ ഫേസും എൻ്റെ പേരൊന്നും കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇരിക്കത്തില്ല ചാനലിനൊക്കെ പറഞ്ഞാൽ അവർ ഇറങ്ങി പോകുകയൊക്കെ ചെയ്തില്ല. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് കാണിക്കുക, ഫേസും അല്ലെങ്കിൽ പുള്ളിക്കാരത്തിൻ്റെ പേരും ഒക്കെ റിവീൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ വന്നതെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയാണാ ഈ നാട്ടിൽ നടക്കുന്നത്. ഇനിയിപ്പം ആരുടെയൊക്കെ പേര് വരുന്നില്ല, ഈ ഒരു പീഡന ആരോപണത്തിൻ്റെ പേരിൽ എത്ര പേരുടെ പേര് വരുന്നു എന്നല്ല, എത്ര പേരുടെ പേര് വരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. ഇത് വലിയ സീരിയസ് മാറ്ററായിട്ടൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും അല്ല. ഇതിപ്പം ആ ഒരു ലെവലോട്ടൊന്നും ആദ്യമൊക്കെ സിദ്ദീഖിന്റെ ഒക്കെ പേര് വന്നപ്പോൾ അയ്യോ അങ്ങനെയാണോ മറ്റാണോ മറിച്ചാണോ പറഞ്ഞ് ഞെട്ടലുണ്ടായത്. ഇപ്പം അങ്ങനെ വലിയ ഞെട്ടലൊന്നും ഇല്ല. ഇപ്പോൾ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം എല്ലാവരുടെയും പേരിൽ കേസ് എടുത്തിരിക്കുന്നു. പിന്നെ ഇത് ദുബായിലാണ് നടന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ദുബായ് കേസ് കൊടുത്തിട്ടില്ലേ, ദുബായിൽ വെച്ചിട്ടല്ലേ കേസ് കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ, എനിക്കറിയില്ല, നിയമപരമായിട്ടുള്ള ഒരുപാട് ജ്ഞാനം എനിക്കില്ല. അപ്പോൾ എന്തായാലും ദുബായിൽ ഇതിനെപ്പറ്റി ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഇഴഞ്ഞഴഞ്ഞ് പോകുന്നൊരു നിയമമല്ല. സ്ത്രീ കേസ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തുമാത്രം സ്ട്രോങ് ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ദുബായിൽ കേസൊന്നും ഇല്ല. അപ്പോൾ ദുബായിലോട്ട് വിളിച്ചു വരുത്തിയത് ദുബായിലുള്ള സ്ത്രീയാണോ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി അത് വളർന്നു വരണം, വാർത്തകൾ വളർന്നു വരണം. നമ്മുടെ ന്യൂസ് ചാനൽസ് അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും ഓണം റിലീസിൻ്റെ കാര്യമൊക്കെ തീരുമാനമായി. എനിക്ക് തോന്നുന്നു ARM മാത്രമേ വരുന്നുള്ളൂ. അജയൻ്റെ രണ്ടാം മോഷണം അതിൻ്റെ 3D ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ട്രെയിലർ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ 3D ആയിട്ട് വരുന്നൊരു പടമാണ്, നമ്മുടെ മലയാളത്തിൽ 3D ആയിട്ട് വരുന്ന പടമാണ്. അതൊക്കെ പോയി കാണാൻ നോക്കുക. നമ്മൾ ഇപ്പം നമ്മൾ എന്നാ പറഞ്ഞാലും, ഞാനിവിടെ വന്നിരുന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ ചലച്ചാലും ന്യൂസ് ചാനലിൽ കിടന്ന് ചലച്ചാലും ഇതൊന്നും മാറാൻ എന്തുവാ ഈ സിനിമയുടെ കേസൊക്കെ മാറാനൊന്നും പോകണില്ല. എന്ത് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചു, എന്ത് സംഭവിക്കും? എത്ര പേര് ജയിലിൽ കിടക്കും? കുറ്റം ചെയ്തവരാണെങ്കിൽ തന്നെ എത്ര പേര് കിടക്കും? ആരും കിടക്കാൻ പോകണ്ട. ഇത് കുറച്ച് നാളിങ്ങനെ ന്യൂസ് ചാനലുകാർ എടുത്ത് ചർച്ച ചെയ്യും, ഒരു ചൂടുള്ള വാർത്ത, കുൽസിത വാർത്തകൾ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നതല്ലാണ്ട് ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ അവർക്കും അറിയാം, നമുക്കും അറിയാം. പിന്നെ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഈ എത്ര നാളായി ഇവർക്കെതിരെ കേസ്? ആരെങ്കിലും അകത്ത് പോയോ? ഇല്ല. പിന്നെ അതിനൊരു മടുപ്പുണ്ടായപ്പോൾ നമ്മുടെ PV അൻവർ സാറ് MLA സാറ് നമുക്ക് ഒരു വഴി ഉണ്ടാക്കി തന്നു. ഞെട്ടിക്കുന്ന കുറച്ച് ഫോൺ സംഭാഷണങ്ങളൊക്കെ. എന്തുവാണ് ഒരു SP ADGPനെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടോ? എന്നിട്ട് ഒരു MLA വിളിച്ചിട്ട് SP സംസാരിക്കുന്ന നൻപൻഡ ആ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയാടാ ഈ കേരളത്തിൽ നടക്കുന്നത്. അപ്പം അതൊക്കെ കോംപ്ലിമെന്റ് ആയെന്ന് തോന്നുന്നില്ലേ? അൻവർ സാറും മന്ത്രിയുമായിട്ട്, നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചയൊക്കെ നടത്തി എല്ലാം കോംപ്ലിമെന്റ് ആയെന്ന് തോന്നുന്നു. ഇതൊക്കെ കാണാതെ കേൾക്കാതെ നമ്മൾ പൊതുജനം എന്ന കഴുതകൾ ഇവിടെ ഇങ്ങനെ വീണ്ടും ബാക്കി കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും പോയി കുത്തും. കുത്തിയായിട്ടൊരു പാടുണ്ടായിരുന്നു, കുഞ്ഞിപ്പാട് പോയെന്ന് തോന്നുന്നു കേട്ടോ, തീർന്നു. അപ്പോൾ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പോയി കുത്തും. ആരെല്ലൊക്കെ ജയിക്കും, ആരെല്ലൊക്കെ വരും, അവർ നമ്മളെ പാട്ട് മുട്ടിക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്? കോമഡി, ന്യൂസ് ചാനലാണെങ്കിലും കോമഡി, സിനിമയാണെങ്കിലും കോമഡി, രാഷ്ട്രീയമാണെങ്കിലും കോമഡി. നമുക്ക് മാത്രം പാവപ്പെട്ടവർക്ക് വളരെ കഷ്ടപ്പാടും ദുരിതവും. അപ്പം ഇദ്ദേഹത്തെ ഇത് വലിയ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട വലിയ മാറ്ററൊന്നും അല്ല. ഇതിപ്പോൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അവരെ പിടിപ്പിച്ചോ ഇവരെ പിടിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് തെളിയുവോ അല്ല തെളിഞ്ഞു വരികയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ശിക്ഷ കിട്ടുകയോ ഒന്നും സംഭവിക്കാൻ പോകില്ല. പിന്നെ ഇത് ദുബായിലാന്ന് പറഞ്ഞത് കൊണ്ട് ദുബായിൽ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി സെറ്റപ്പൊക്കെ ആയിട്ട് നടന്നതിനെന്നൊരു തോട്ട് എനിക്ക് തോന്നി. എനിക്കറിയില്ല, നിയമവശങ്ങൾ കറക്റ്റായിട്ട് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാനേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന നിവിൻ പോളിയാണ്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കോ ഇനി വേറെ ആരെങ്കിലും കൂടി ആഡ് ആകുമോ എന്നൊക്കെ നമുക്കറിയാം. അതായത് പുതിയ ന്യൂസ് വേറെ വരുമോ എന്ന് നമുക്കറിയാം. അപ്പോൾ നിവിൻ പോളിനെ കിട്ടിയിട്ടുണ്ട് ന്യൂസ് ചാനലുകാർക്ക്. ഇനി ബാക്കി പുള്ളിക്കാരൻ നല്ലൊരു പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് അറിയുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അത്രയൊക്കെ തന്നെ. ബൈ.